കൊല്ലം മോയൂരിൽ ഭർത്തൃവീട്ടിൽ നരകയാതന അനുഭവിച്ച മരിച്ച തുഷാരയെ എങ്ങനെ മറക്കാനാകും? ഭക്ഷണമോ വെള്ളമോ നൽകാതെ പൂട്ടിയിട്ട മുറിക്കുള്ളിൽ തുഷാര മരണവിപ്രാളമെടുത്തപ്പോൾ സ്ത്രീധനം കുറഞ്ഞുപോയതിന് മരണശിക്ഷ നൽകിയ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും കോടതി ശിക്ഷിച്ച ദിവസമായിരുന്നു ഇന്ന്. പ്രതികളായ ചന്തുലാൽ, അമ്മ ഗീത, ലാലി എന്നിവരെയാണ് കോടതി ജീവപര്യന്തം ശിക്ഷിച്ചത്. 2013 തുഷാരയുടെയും ഗ്രാഫിക് ഡിസൈനറായിരുന്ന ചന്തുലാലിന്റെയും വിവാഹ സമയത്ത് നൽകാമെന്ന് സമ്മതിച്ചിരുന്ന സ്ത്രീധന തുകയിൽ 2 ലക്ഷം രൂപ കുറവ് വന്നിരുന്നു. ഇതായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത്. 3 വർഷത്തിനുള്ളിൽ പണം നൽകണമെന്ന ധാരണയിൽ തുഷാരയിൽ നിന്നും ഉടമ്പടി പത്രം ചന്തുലാലും അമ്മ ഗീതാലാലിയും വാങ്ങി. എന്നാൽ 3 മാസമായതോടെ പ്രതികൾ പണത്തിന്റെ പേരിൽ നിരന്തരം തുഷാരയോട് പീഡനം തുടർന്നു. സ്വന്തം കുട്ടികളെ പോലും കാണാനോ താലോലിക്കാനോ വീട്ടുകാർ സമ്മതിച്ചില്ല. 2019 മാർച്ച് 21 രാത്രിയിലാണ് തുഷാരയുടെ മരണവിവരം വീട്ടുകാർ അറിയുന്നത്. ഭക്ഷണം നൽകാതെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. 302 നിലനിൽക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു മരണം സംഭവിക്കും എന്നുള്ളൊരു ഉറപ്പ് അവർക്കുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ഈ കുട്ടിയെ 48 കിലോ ഉണ്ടായിരുന്ന കുട്ടി 21 കിലോയിലോട്ട് വെയിറ്റ് കുറഞ്ഞു വരുന്ന സമയത്ത് ഇതിന് വേണ്ട ട്രീറ്റ്മെന്റോ ഇതിനു വേണ്ട ഭക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെയാണ് ഇതിലോട്ട് എത്തുന്നത്. മൃതശരീരത്തിന്റെ ഭാരം വെറും 21 കിലോഗ്രാം മാത്രമായിരുന്നു. ആമാശയത്തിൽ ഭക്ഷണ വസ്തുവിന്റെ അംശം ഇല്ലായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും തെളിഞ്ഞു. തൊലി എല്ലിനോട് ചേർന്ന് മാംസമില്ലാത്ത നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന്റെ ശാസ്ത്രീയമായ തെളിവുകളും ദൃക്സാക്ഷി മൊഴിയും കേസിൽ നിർണായകമായി. ഈ പറയപ്പെട്ട അമ്മ ആരാണെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഗീതയാണെന്നാണ് ടീച്ചറിനോട് പറയുന്നത്. ടീച്ചർ 7ാം സാക്ഷിയാണ്. മിനി വർഗീസ് എന്ന ടീച്ചറുണ്ട്. ടീച്ചർ 7ാം സാക്ഷി. ടീച്ചറിനൊക്കെ പറഞ്ഞിരിക്കുന്നത് ആരാണ് അമ്മയെന്ന് ചോദിച്ചു. അമ്മയുടെ പേരെന്ന് ചോദിച്ചപ്പോൾ ഗീത എന്നാണ്. അവർ മരിച്ചു കഴിഞ്ഞപ്പോഴാണ്, തുഷാര മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പത്രവാർത്തകളിലൂടെയാണ് ഈ കുട്ടിയുടെ അമ്മയുടെ പേര് തുഷാര എന്നാണെന്ന് അറിയുന്നത്. 25 സാക്ഷികൾ, 35 തെളിവുകൾ എന്നിവ കോടതിയിൽ ഹാജരാക്കി. അമ്മ കിടപ്പ് രോഗിയാണെന്ന് മക്കൾ പറഞ്ഞിരുന്നതായുള്ള ടീച്ചറുടെ മൊഴി നിർണായകമായി. തുഷാരയെ മർദ്ദിക്കുന്നത് കണ്ടതായുള്ള അയൽവാസി ലിസിയുടെ സാക്ഷിമൊഴിയും കേസിന് ബലം കൂടി. ഒരു ഘട്ടത്തിൽ 3 മാസം വിവാഹം കഴിഞ്ഞ് 3 മാസം ആയപ്പോൾ തന്നെ സ്ത്രീധനം ആവശ്യപ്പെട്ട് ഞങ്ങളെ ശല്യം ചെയ്യാൻ തുടങ്ങിയാണ്. അന്ന് മുതൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ അകത്തോട്ട് അവിടെ ചെല്ലാനോ പിടിക്കാനോ ഒന്നും. എൻ്റെ മകള് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള പോലീസ് കേസ് കൊടുക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒന്നും അവർ അനുവദിക്കാനോ നമുക്ക് പറ്റത്തില്ലായിരുന്നു. അതായിരുന്നു സാഹചര്യം. പൊതു ഉദ്ദേശത്തോടെ പ്രതികൾ കൊലപാതകം നടത്തിയെന്നും സ്ത്രീധന പീഡനം മരണത്തിനിടയാക്കിയെന്നും കോടതി കണ്ടെത്തി. കൊല്ലം അഡീഷണൽ ജില്ലാ ജഡ്ജി S. സുഭാഷാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. ന്യൂസ് 18 കൊല്ലം.